വെൽക്കം ടു അവർ വ്യൂ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു വേറെ ചെറിയൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വരും. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഏരിയ സെലക്ട് ചെയ്യുക. സെലക്ട് ഏരിയ. ഇപ്പം നമ്മൾ ഡിയിലാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്യണം. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ 3 ആഡ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് പല കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ഓപ്ഷനും ഓരോ കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല കളേഴ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിനെ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടും താഴോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എടുക്കുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ മോർ റൂൾസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് അഡ്വാൻസ് ഓപ്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഷോ വാണിംഗ്, നമ്മുടെ ലിസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ എടുക്കുന്നെങ്കിൽ വാണിങ്സ് കാണിക്കാം, അല്ലെ റിജക്റ്റ് ഇൻപുട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ വരുന്നത് ഡിസ്പ്ലേ സ്റ്റൈൽ. ഇതിൽ നമുക്കിപ്പം ചിപ്പിലാണ് കിടക്കുന്നത്, അതായത് ഈ ഒരു ഓപ്ഷനിലാണ്. ഇതിപ്പോൾ ആകുമ്പം നമുക്ക് ഇങ്ങനെ ഇടാം. ഇനി പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകത്തില്ല ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് എന്നുള്ള ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ആരോ ആഡ് ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ട് ഓപ്ഷൻ 2, ഓപ്ഷൻ 1, ഓപ്ഷൻ 3. ഇതിനെ നമുക്ക് അപ്പ് ഡൗൺ ചെയ്യാനായിട്ടാണ് നമ്മൾ മുമ്പേ അവിടെ കണ്ട ആ ഒരു ഓപ്ഷൻ 1 എടുത്ത് ഫസ്റ്റിലോട്ട് ഇട്ട് കഴിയുമ്പം ആ ഒരു പ്രശ്നം അപ്ലൈ മാറി. ആ ഒരു ഇത് ഓപ്ഷൻ 1, 2, 3 ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഓപ്ഷൻ 1, 2, 3ക്ക് പകരം വേറെ എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ അങ്ങനെ ചെറിയ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓപ്ഷൻ 1ന് പകരം നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർസ് നമുക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റാർസ് ആണെങ്കിൽ നമുക്ക് യൂണിക്കോഡിൽ പോയി സെർച്ച് ചെയ്ത് സ്റ്റാർ വാല്യൂ സ്റ്റാർസ് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജ് ആണെങ്കിൽ അവിടെ യൂണിക്കോഡ് പോയി ഗൂഗിളിൽ യൂണിക്കോഡിന് സെർച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പം ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ നമുക്കൊരു സ്റ്റാർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജിയിൽ ഇപ്പം ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ഇൻസേർട്ട് എടുത്ത് റേറ്റിങ്സിൻ്റെ അകത്ത് നിന്ന് കോപ്പി ചെയ്യാൻ പോവാണ്. അതായത് സ്മാർട്ട് റേറ്റിങ്സിൽ പോയി ഇവിടെ നമുക്ക് സ്റ്റാർസ് ഉണ്ട്. ഇതിൽ ഞാൻ 3 സ്റ്റാർസ് ഉള്ള ഒരു ഓപ്ഷൻ എടുത്തു. ഓപ്ഷൻ എടുത്ത ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഫോർമാറ്റ് എടുത്ത് നമ്മളിവിടെ വീണ്ടും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇപ്പം നമുക്കിവിടെ ഇവിടെ വന്ന് കണ്ടോ സ്റ്റാർസിൻ്റെ ഇമേജ് ഇവിടെ വന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് 3 സ്റ്റാർസ് കൊടുത്തു, ആഡ് അനദർ റൂൾസ് കൊടുത്ത് ഇവിടെ നമ്മൾ കോപ്പി ചെയ്തു. അടുത്ത 2 സ്റ്റാറും ഒരു ഇതും മതി എന്നുണ്ടെങ്കിൽ Ctrl+C Ctrl+V കൊടുത്തു. ആഡ് അനദർ 1 സ്റ്റാർ വേണം. Ctrl+V. ഇപ്പം ഇവിടെ ഇത് വന്നുകൊണ്ടിട്ടുണ്ട് 3 സ്റ്റാർ, 2 സ്റ്റാർ, 1 സ്റ്റാർ. ഇവിടെ നമ്മൾ ഓപ്ഷൻ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഈ കോളത്തിലാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, 3 സ്റ്റാർസ് കൊടുക്കാം. അടുത്ത ഇതിനെ കോപ്പി ചെയ്ത് നമ്മളിവിടെ 3 എടുത്ത് കൊടുത്തെങ്കിൽ Ctrl+V. ഇവിടെ നമ്മളിപ്പം 2 സ്റ്റാർസായി, 1 സ്റ്റാറായി. അങ്ങനെ നമുക്ക് സ്റ്റാർ റേറ്റിങ്സ് പലതും നമുക്കിങ്ങനെയും ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റിന് പകരം നമുക്ക് അവിടെ വേറെ എന്ത് വേണേലും ആഡ് ചെയ്ത് അങ്ങനെ ഇവിടെ നമുക്ക് സ്റ്റാർ റേറ്റിങ്സ് പോലെ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സ്റ്റാർ റേറ്റിങ്സ് ഇങ്ങനെയും നമുക്ക് എടുക്കാം. ഇതല്ലാതെ സ്റ്റാർ റേറ്റിംഗ് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് എടുക്കാനും പറ്റും. ഇൻസേർട്ട് എടുത്തിട്ട് സ്മാർട്ട് ഷിപ്സിൻ്റെ അകത്ത് റേറ്റിംഗ് കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സ്റ്റാർ റേറ്റിങ്സിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ വേറെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.